ഗംഗേ, നിന്നെ ഒളിഞ്ഞു നോക്കുന്ന ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചു. അവനെ കൈയോടെ ഞാനിപ്പോ പിടിച്ചോണ്ട് വരാം. ഞാൻ പിടിച്ചു ഗംഗേ. ദേ, ഈ ചിത്രശലഭ നിന്നെ ഇത്രയും നേരം പറന്ന് നോയിക്കൊണ്ടിരുന്നത്. ഈ ചിത്രശലഭം നിന്നെ എന്തിനാ നോക്കിയെന്നറിയോ? എന്നും പതിവില്ലാത്ത പോലെ ഇന്ന് തലയിൽ റോസാപ്പൂ വെച്ചിട്ടില്ലേ, ആ റോസാപ്പൂ കിട്ടാൻ വേണ്ടിയാ നോക്കിയത്. നീയാണെങ്കി ഇവിടെ ആരോ നിന്നെ വെറുതെ നോക്കി പേടിപ്പിക്കുന്ന പോലെ സംശയിക്കുക. ശരി, ഞാൻ പറഞ്ഞത് തെറ്റി. അതിന് എത്ര നേരം ഈ ചിത്രശലഭത്തെ കയ്യിൽ വെച്ചോണ്ടിരിക്കുക? പാവല്ലേ, അത് സ്വതന്ത്രമായിട്ട് പറന്നു പോയിക്കോട്ടെ, വിട്. അത് പറന്നുപോയി. നീ വേഗം തുണിയൊക്കെ വിരിച്ചിട്ടോ. ശരി. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് പോട്ടെ. എന്താ? ഈ റോസാപ്പൂവിനെ വെച്ച് കാണുമ്പോ നിന്നെ കാണാൻ പ്രത്യേക ഭംഗിയാ. വൃത്തിക്കേടിനുള്ള പുറപ്പാടാ. ഒന്ന് പോയി എവിടുന്ന്. ഭംഗിയുണ്ടെന്ന് പറയുമ്പോ വെറുതെ എന്തിനാ ദേഷ്യപ്പെടുന്ന? ഓ മതി, നീ ഭയങ്കര പോയേ. സമയത്ത് അമ്മ വന്ന് എന്നോട് മിണ്ടാറുണ്ടല്ലോ, ഇന്നെന്താ വരാത്തെ? പകലെന്തായാലും ഇവിടെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല. ഇനിയിപ്പോ രാത്രി എന്താ നടക്കുന്നതെന്ന് നോക്കി. ക്യാമറ വെച്ച് വെറുതെ ആകരുതല്ലോ. ദേവസേന എന്തിനാ ഹോളിൽ വന്ന് തനിച്ചിരിക്കുന്നത്? അമ്മേ, എനിക്ക് ഉറക്കം വരുന്നമ്മേ. എവിടെയാണെങ്കിലും ഒന്നിങ്ങോട്ട് വേഗം വാ. എന്തത് പുക പോലെ എന്തോ കാണുന്നുണ്ടല്ലോ. എന്താ ഇന്ന് ലേറ്റ് ആയേ? ദിവസവും രാത്രി നിന്നോട് സംസാരിച്ച് നിന്നെ ഉറക്കം കളയണ്ടെന്ന് അമ്മയ്ക്ക് തോന്നി. അതാ അമ്മ വരാതിരുന്നേ. എന്നെ കാത്തിരുന്ന് കുറെ കഴിയുമ്പോ മോള് പോയി കിടന്നോളൂന്ന് അമ്മ വിചാരിച്ചു. എന്നാ നീ ഇവിടെ ഞാൻ വരുന്നതും കാത്തിരിക്കുവല്ലേ? അമ്മയെ കാണാതെ എനിക്ക് ഉറക്കം വരുമോ? എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മേ. എന്നോട് നുണ പറയാൻ നോക്കണ്ട. നിന്റെ മുഖം കാണുമ്പോ തന്നെ അറിയാം നിനക്ക് നല്ല ഉറക്കം വരുന്നുണ്ടെന്ന്. നമുക്ക് നാളെ സംസാരിക്കാട്ടോ. ഇപ്പൊ മോള് പോയി കിടന്നുറങ്ങ. കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോവാ അമ്മേ. അടുത്താരും കാണുന്നില്ലല്ലോ. ആരോടായിരിക്കും അവൾ ഈ വർത്താനം പറയുന്നത്?
നമ്മുടെ വീട്ടിൽ പുതിയതായി വന്നവരൊക്കെ മോളോട് എങ്ങനെ പെരുമാറുന്നേ? എന്നോട് അവർക്ക് വലിയ സ്നേഹമൊക്കെയാ, പക്ഷെ എനിക്കെന്താ അവരൊട്ടും ഇഷ്ടായില്ല. മോൾക്ക് അവരോട് അടുത്തിടപെടണമെന്ന് തോന്നുമ്പോ മാത്രം അടുത്താ മതി. എന്നാലും ഒരുപാട് അടുപ്പൊന്നും വേണ്ട, ഒരകലം പാലിക്കുന്നത് നല്ലതാ. ശരിയമ്മേ. ആ മുരളി അങ്കിളില്ലേ, എപ്പ എന്നെ കണ്ടാലും പേടിപ്പിക്കുന്ന പോലെ ഇങ്ങനെ തുറച്ചു നോക്കും അമ്മേ. അങ്കിളിനെ കാണുമ്പോ തന്നെ എനിക്ക് പേടിയാ. മോൾ ഒന്നും കൊണ്ട് ഭയപ്പെടണ്ട. ഇനി ആ മുരളിയെ കൊണ്ട് മോൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവില്ല. അത് അമ്മ നോക്കിക്കോളാം. ശരിയമ്മേ. നാളെ എനിക്ക് നേരത്തെ സ്കൂളിൽ പോകേണ്ടതാ. ഞാൻ പോയി കിടന്നോട്ടെ അമ്മേ. ശരി, മോള് പോയി കിടന്നുറങ്ങിക്കോ. ബൈ. ബൈ. പിന്നെ ആ പുക കാണുന്നുണ്ടല്ലോ. ദേവസേനയോട് തന്നെ ആരോട് എത്രയും നേരം സംസാരിച്ചെന്ന് ചോദിച്ചു നോക്കാം. എന്താ ദേവസേനെ, ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങാൻ പോവാ. അല്ല, ഹോളിൽ വെച്ച് മോൾ ആരോട് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇയാളോട് അമ്മയുടെ കാര്യം പറയണോ? പറയാം. എന്നാൽ ഇയാളൊന്ന് പേടിക്കൂ. അതാ നല്ലത്. പറയുമോളെ, മോൾ ആരോടാ സംസാരിച്ചത്? ജാനകി അമ്മോടെ ഞാൻ വർത്താനം പറഞ്ഞേ. ജാനകി അതിന് ജീവിച്ചിരിപ്പില്ലല്ലോ. അമ്മ എങ്ങും പോയിട്ടില്ല, ഈ വീട്ടിൽ തന്നെ ഉണ്ട്. എല്ലാരെയും അമ്മ കാണുന്നുണ്ട്. ഞാൻ എപ്പോ വിളിച്ചാലും എന്റെ അമ്മ ഓടി വരും. ഈ വീട്ടിൽ ആരെന്ത് തെറ്റ് ചെയ്താലും ഞാൻ എന്റെ അമ്മോടൊക്കെ പറഞ്ഞു കൊടുക്കും. എന്റെ അമ്മ ഉടനെ അവർക്ക് ശിക്ഷയും കൊടുക്കും. ശരി ശരി, എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. എന്താ അത്? ഞാനിവിടെ നിരീക്ഷിച്ചോണ്ടിരിക്കുക, അതിനിടയ്ക്ക് ജാനകി നിരീക്ഷണത്തിലാണല്ലോ. എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. എന്താ കൊട്ടാരത്തിന്റെ ഒരു വലിപ്പം! ഇതെല്ലാം കൂടി എത്ര കൂടി വരുമെന്നോ? രാജശേഖരൻ കഷ്ടപ്പെട്ട് കെട്ടിയ ഈ കൊട്ടാരം ആദ്യം എന്റെ പേരിലാക്കിയെടുക്കണം. എന്നിട്ട് വേണം ഈ കൊട്ടാരത്തിന്റെ ഗേറ്റില് സത്യനാരായണൻ പാലസ് എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിലൊരു നെയിം ബോർഡ് വെക്കാൻ. നെയിം ബോർഡൊക്കെ സമയമാകുമ്പോ വെക്കാം. അതിനു മുൻപായി കൊട്ടാരത്തിന് മുമ്പിൽ ഒന്നൊരു സെൽഫി എടുത്തേക്കാം. കൊട്ടാരത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് സെൽഫി എടുത്ത് കളിക്കുകയാണല്ലേ? എന്റെ അളിയന്റെ വീടായത്, അപ്പൊ ഒരു സെൽഫി എടുക്കുന്നതിൽ എന്താ തെറ്റ്? അതുകൊണ്ടാ എടുത്തത്. നിങ്ങൾ തനിച്ചെടുക്കാൻ നോക്കിയ സെൽഫിയില് ഞാൻ വളരെ കൃത്യമായിട്ട് വന്ന് നിന്നത് കണ്ടല്ലോ. അതെന്തിനാന്നാ മനസ്സിലാകാത്തത്? ആ, കറക്റ്റ്. ഇപ്പൊ മുതൽ നിങ്ങൾക്ക് നല്ല സമയം തുടങ്ങിയിരിക്കുക. അതും മനസ്സിലായില്ല. അതൊരു മീറ്റിംഗിൽ വെച്ച് എനിക്ക് പറയാൻ പറ്റും. മീറ്റിംഗോ? അതെന്നേ, ഈ കൊട്ടാരത്തില് 3-man ആർമി എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. ആ ടീമിന്റെ മീറ്റിംഗ് കുറച്ചു നേരം കഴിയുമ്പോ തുടങ്ങാൻ പോവാ. ആ മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതിന്റെ ലാഭം ഉണ്ടാവും. വരുന്നുണ്ടോ? ലാഭമുള്ള കാര്യമാണെങ്കിൽ പിന്നെ ഞാൻ വരാതിരിക്കൂ? തീർച്ചയായിട്ടും വരാം. മീറ്റിംഗ് എവിടെയാന്ന് മാത്രം പറഞ്ഞാ മതി. അത് ഈ കൊട്ടാരത്തിലെ റാണിയുടെ റൂമിൽ വെച്ചാ. റാണിയുടെ റൂമോ? അതെവിടെയാ? എന്റെ റൂം തന്നെയാണ് റാണിയുടെ റൂം. ഞാനാ ഈ കൊട്ടാരത്തിന്റെ റാണി. ഇത്ര നാളായിട്ടും ഞാൻ അതറിയാതെ പോയല്ലോ. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ. മിസ് ചെയ്യാതെ മീറ്റിംഗിന് വന്നേക്കണം. റാണി തന്നെ വന്ന് നേരിട്ട് ക്ഷണിക്കുമ്പോ പിന്നെ ഞാൻ വരാതിരിക്കൂ? ഒന്ന് റൂം വരെ പോയിട്ട് ഞാൻ ഇപ്പൊ വന്നേക്കാം. നീ വാ. ഈ മീറ്റിംഗ് പ്ലാൻ ചെയ്തേക്കുന്നതേ നിങ്ങളെ രണ്ടിനെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചു വിടാനാ. വന്നു നോക്ക് എന്താ സംഭവിക്കുന്നെന്ന്, അപ്പൊ മനസ്സിലാവും. എടാ, ദേവി സത്യനാരായണനെ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞ് പോയിട്ട് കുറെ നേരമായല്ലോ. വരുമേ. ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഇനി ഒന്നും പേടിക്കണ്ട. ദേവി, അയാളിങ്ങോട്ട് വരാന്ന് സമ്മതിച്ചോ? വരാന്ന് സമ്മതിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു പിഴവും കൂടാതെ ചെയ്യണം. നോക്കി, എന്റെ ഈ ഫോണിലെ ക്യാമറ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുക. ആന്റി അയാളോട് സംസാരിക്കുന്നതും അയാൾ തിരിച്ച് സംസാരിക്കുന്നതും അയാൾ പോലും അറിയാതെ ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്യും. നീ അത് കൃത്യമായിട്ട് ഷൂട്ട് ചെയ്താൽ
അതങ്ങനെ തന്നെ അരുണിനെ കൊണ്ടുപോയി കാണിച്ച് ആ ബർമ്മ ഗ്രൂപ്പിനെ ഈ വീട്ടിൽ നിന്ന് തന്നെ ഓടിക്കാം. ദേവി, അയാൾ വന്നു തോന്നേ. മുരളി വേഗം റെഡിയാക്കി വെച്ചോ. ഞാൻ എപ്പോഴും റെഡിയായി കഴിഞ്ഞു. ആന്റി വേഗം പോയി കഥ തുറക്കും. ആ വരൂ വരൂ. ഓ അപ്പൊ നിങ്ങളാണ് ആ ത്രീമൻ ആർമി? ദേ നോക്ക്, നിങ്ങൾ വരുന്നതിന് മുൻപ് വരെ ഇത് 3-man ആർമി ആയിരുന്നു. ഇപ്പൊ ഇത് 4-man ആർമിയാ. ഓ അപ്പൊ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടിയല്ലേ? ആ പിന്നല്ലാതെ നിങ്ങൾ ഞങ്ങളെ പോലെ സ്വത്ത് മോഹിച്ചല്ലേ കൊട്ടാരത്തിലേക്ക് വന്നിട്ടുള്ളത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളൊരു പക്ഷെ സ്വത്ത് മോഹിച്ച് വന്നതായിരിക്കാം. എന്നെ ആ കൂട്ടത്തിലൊന്നും കൂട്ടണ്ട നിങ്ങള്. നിങ്ങൾ എന്നീ കൊട്ടാരത്തിൽ ഒരു സെക്യൂരിറ്റിയും വെച്ച് CCTV ക്യാമറയും ഫിക്സ് ചെയ്തോ, അപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിലെ സ്വത്തിന് മേലൊരു കണ്ണുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങളോട് നുണ പറഞ്ഞിപ്പോ രക്ഷപ്പെടാൻ നോക്കണ്ട. നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാലേ അരുണിന്റെ കയ്യിൽ നിന്ന് സ്വത്ത് തട്ടിയെടുക്കാൻ പറ്റൂ. ഞങ്ങൾ എല്ലാവരും സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാ ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നേ നിങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങളും അതുപോലെ സ്വത്ത് മോഹിച്ച വന്നെന്ന് സമ്മതിച്ചേക്ക്. ഞങ്ങള് തട്ടിയെടുക്കുന്ന സ്വത്തിന്ന് 50 കോടി നിങ്ങൾക്ക് തന്നേക്കാം. എന്താ തെളിവെള്ളത്തിൽ നിങ്ങൾ ചെളി കലക്കാൻ നോക്കുവാണല്ലേ? സ്വന്തം അളിയനെ ഞാൻ ദ്രോഹിക്കണമെന്നാണോ പറയുന്നത്? കാശും പണമൊക്കെ ഇന്ന് വരും നാളെ പോവും. അത് ഇന്ന് ഒരുത്തന്റെ കയ്യിലാണെങ്കിൽ നാളെ മറ്റൊരുത്തന്റെ കയ്യിലായിരിക്കും. എന്നാ സ്വന്തം ബന്ധമൊന്നും അങ്ങനെയല്ല. അത് എന്നും കൂടെ തന്നെ ഉണ്ടാവേണ്ടതാ. എന്റെ അരുൺ മോൻ എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ചേച്ചിയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തിട്ട് പോണമെന്നേ ഞാൻ കരുതിയുള്ളൂ. അതിനുവേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നത്. എന്നാ അരുൺ മോൻ അവന്റെ മഹാമനസ്കത കൊണ്ട് ഞങ്ങളോട് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. ഒന്ന് ഓർത്തോ, അരുൺ മോന് ഞങ്ങളോടുള്ള സ്നേഹം മാത്രമാണ് ഞങ്ങളുടെ സ്വത്ത്. ഇന്നലെ വന്നവൻ എന്തിനാ ഒരു സെക്യൂരിറ്റിയെ നിർത്തിയെന്ന് ചോദിക്കാൻ നിൽക്കാതെ ഒരു നല്ല കാര്യമാണ് ചെയ്തതെന്ന് പറഞ്ഞ് സന്തോഷിച്ചില്ലേ? എന്റെ അരുൺ മോന്റെ സന്തോഷമാണ് എന്റെ സ്വത്ത്. ഞങ്ങൾ ഈ കൊട്ടാരത്തിലുള്ളപ്പോ അരുൺ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ഒന്നും പകരമായി ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്നില്ല. എന്റെ പെങ്ങളുടെ നല്ല മനസ്സ് കണ്ടിട്ട് അളിയൻ അവളെ വിവാഹം കഴിച്ചു തന്നെ. എന്റെ പെങ്ങൾക്കുള്ള നല്ല മനസ്സ് എനിക്കുണ്ട്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞ് പ്രലോഭിപ്പിച്ചാലും ഞാൻ അതിലൊന്നും വീഴുന്ന ആളല്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും എന്നെ നിങ്ങളുടെ വരുതിയിലാക്കാനാവില്ല. കാരണം ഞാൻ എന്റെ അരുൺമോന്റെ കൂടെ തന്നെയാ. എന്റെ ജീവൻ പോയാലും ശരി, എന്റെ അരുൺമോനെ എതിരായിട്ട് ഞാൻ ഒന്നും തന്നെ പ്രവർത്തിക്കില്ല. ഇനി ഒരിക്കൽ കൂടി എന്നെ എങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ നോക്കിയാ എന്റെ തനിതരം അറിയും. പറയട്ടെ. എന്തൊക്കെയാണ് ഇത്? ആകെ കുളമായല്ലോ. അയാൾ ഇപ്പൊ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഇതിൽ റെക്കോർഡ് ചെയ്തത് എങ്ങാനും അരുണിനെ കൊണ്ടുപോയി കാണിച്ചാ അയാൾക്ക് നല്ല പേരും കിട്ടും, നമ്മളെല്ലാവരും മോശക്കാരാവുകയും ചെയ്യും. അവനിവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ നോക്കിയപ്പോ അവൻ നമ്മുടെ മുൻപിൽ നല്ല പിള്ള ചമഞ്ഞ് വേഷം കെട്ട് കാണിച്ചിട്ട് പോയത് കണ്ടില്ലേ? അയാൾ വേഷം കെട്ടിയത് അവിടെ ഇരിക്കട്ടെ. നമ്മളിപ്പോ പറഞ്ഞതൊക്കെ അരുണിനോട് പോയി പറഞ്ഞാ നമ്മുടെ അവസ്ഥ എന്താവെന്ന് ആലോചിച്ചോ? ഇന്നലെ കേറി വന്നവൻ നമ്മളെ പറ്റി കുറ്റം പറഞ്ഞു കൊടുത്താ അരുൺ അത് വിശ്വസിക്കോ? ഒരിക്കലും അവൻ അത് വിശ്വസിക്കില്ല. പറഞ്ഞ മോൻ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ അവര് വിളിപ്പിച്ചപ്പോ തന്നെ ഞാൻ എന്റെ മൊബൈലിലെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ട് പോയത്. മോനൊന്ന് നോക്കി. നോക്ക്. എടി ദേവി, എന്നോടാണല്ലോ നിന്റെ കളി. ഇപ്പൊ ഞാൻ നിനക്കൊരു പണി തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നീ ഊരി പോന്നൊന്ന് കാണണം. അരുൺ, എന്താണോ ഇത്? ഞങ്ങൾ എല്ലാവരും സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാ ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നേ നിങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങളും അതുപോലെ സ്വത്ത് മോഹിച്ച വന്നെന്ന് സമ്മതിച്ചേക്ക്. നിങ്ങൾ എന്നീ കൊട്ടാരത്തിൽ ഒരു സെക്യൂരിറ്റിയും വെച്ച് എന്താ ഇത്? CCTV ക്യാമറയും ഫിക്സ് ചെയ്തോ, അപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിലെ സ്വത്തിന് മേലൊരു കണ്ണുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങളോട് നുണ പറഞ്ഞിപ്പോ രക്ഷപ്പെടാൻ നോക്കണ്ട. ഞങ്ങള് തട്ടിയെടുക്കുന്ന സ്വത്തിന്ന് 50 കോടി നിങ്ങൾക്ക് തന്നേക്കാം. നിങ്ങൾക്ക് സ്വത്തിൽ കണ്ണുള്ളത് കൊണ്ട് ഈ വീട്ടിൽ വന്ന നല്ല മനുഷ്യരെ നിങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണോ? നിങ്ങളൊക്കെ എന്റെ ബന്ധുക്കളാന്ന് പറയാൻ എനിക്ക് നാണമാവുന്നു. നിങ്ങളെല്ലാവരും എന്നോടുള്ള സ്നേഹം കൊണ്ട് എവിടെ കഴിയുന്നതെന്നാണ് ഞാൻ കരുതിയത്. എന്ന സ്വത്തിന് വേണ്ടി മാത്രം എവിടെ കഴിയുന്നതെന്ന് അറിയുമ്പോ നിങ്ങളോട് എനിക്ക് പുച്ഛാ തോന്നുന്നേ. ഇന്നലെ വന്ന സത്യനാരായണൻ ഞങ്ങള്
എന്റെ കൂടെ നിൽക്കുക. എന്നാ സ്വന്തം രക്തത്തിലുള്ള നിങ്ങളോ എന്നെ ചതിക്കാനായിട്ടല്ലേ നിൽക്കുന്നത്? നിങ്ങളൊക്കെ എന്ത് ബന്ധുക്കളാ? അയ്യോ അരുൺ മോനെ, അങ്ങനെയൊന്നും പറയരുത് അവരോട്. സ്വത്തിനോടുള്ള അവരുടെ ആർത്തി കൊണ്ട് അവരെന്തൊക്കെയോ ചെയ്തു പോയതാ. അതുകൊണ്ട് മോൻ അവരോട് ക്ഷമിക്കണം. പഴയതുപോലെ തന്നെ അവരോട് പെരുമാറുകയും വേണം. ഇവരൊക്കെ അളിയന്റെ സ്വന്തക്കാരല്ല. ഇവരോട് മോൻ ക്ഷമിച്ചില്ലെങ്കിൽ അളിയന്റെ ആത്മാവിന് ചിലപ്പോൾ അത് വിഷമാവും മോനെ. നിങ്ങളൊക്കെ തെറ്റ് ചെയ്യാന്ന് അറിഞ്ഞിട്ടും എല്ലാം ക്ഷമിച്ചു കളയാൻ അങ്കിള് പറയുന്ന ഇത് അങ്കിളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. എവിടുന്നോ വന്ന അങ്കിളിന്റെ സ്വന്തത്തിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട്. എന്നാ കൂടെ കഴിയുന്ന നിങ്ങൾക്കത് അറിയില്ലല്ലോ. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവർ മനസ്സിലാക്കിക്കോളും. ഇപ്പൊ മോൻ എന്തായാലും അവരോട് ക്ഷമിക്കും. ഇല്ലെങ്കിലേ ഇവരെ ചെയ്ത കാര്യങ്ങളൊന്നും അത്ര നിസ്സാരമായിട്ട് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് കലി വരുവാ. ഞാൻ എന്തു പറഞ്ഞാലും മോന്റെ ദേഷ്യം മാറില്ലെന്ന് എനിക്കറിയാം. ആ വീഡിയോ ഞാൻ കാണിക്കാൻ പോയത് എന്റെ തെറ്റ മോനെ. ഈ കൊട്ടാരത്തിൽ നടക്കുന്നതല്ല മോനെ അറിയാൻ വേണ്ടി ഞാൻ ഈ കാര്യങ്ങളൊക്കെ മോനോട് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഇവരുടെ മനസ്സ് വിഷമിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചില്ല. എനിക്ക് മോനോടുള്ള ആത്മാർത്ഥത കാണിക്കാൻ ഞാൻ ഇവരെ കഷ്ടപ്പെടുത്തി. ഞാൻ ചെയ്ത തെറ്റിന് അളിയന്റെ ഫോട്ടോയുടെ മുൻപിൽ പോയി ക്ഷമ പറഞ്ഞാൽ എനിക്ക് സമാധാനാവും. ഞാൻ പോയി ക്ഷമ ചോദിക്കട്ടെ മോനെ. അങ്കിളെ ദാ. ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് എന്താ ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്ത് മിണ്ടണോന്നാ നീ പറയുന്നേ? ഞങ്ങൾ എന്തിനാ ഇങ്ങനെ പ്ലാൻ ചെയ്തേന്ന് അറിയുന്നതിന് മുൻപ് തന്നെ നീ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട പിന്നെ ഞങ്ങൾ എന്ത് പറയാനാ? ഓഹോ, നിങ്ങൾ ചെയ്തതിനെ ഇനി ന്യായീകരിക്കാൻ പോവാണോ? ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയാ. എന്തിനെങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്? ഞങ്ങൾ ഉരുണ്ട് കളിച്ചതൊന്നും അല്ല. ആ സത്യനാരായണൻ ഇവിടേക്ക് വന്നത് ഇവിടുത്തെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം തോന്നി. അതുകൊണ്ട് മാത്രമാ ഞങ്ങൾക്ക് ഈ സ്വത്തിനോട് ആഗ്രഹമുള്ളത് പോലൊരു നാടകം കളിച്ച് അയാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചത്. ഒന്ന് വെയിറ്റ് ചെയ്യും. ഞങ്ങൾ നടന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആരോടൊന്ന് കണ്ടു നോക്ക്. ഞങ്ങൾ ഈ കൊട്ടാരത്തിലുള്ളപ്പോ അരുൺ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ഒന്നും പകരമായി ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്നില്ലെല്ലാം പറഞ്ഞ് പ്രലോഭിപ്പിച്ചാലും ഈ ഞാൻ അതിലൊന്നും വീഴുന്ന ആളല്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും അല്ല അരുൺ, ഞങ്ങളുടെ ഉദ്ദേശം തെറ്റായിരുന്നെങ്കിൽ ഞങ്ങൾ സംസാരിച്ചത് ഞങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്യായിരുന്നോ? പറയ്. ഇത് നമ്മുടെ കുടുംബ. ഇവിടെ അരുതാത്തൊന്നും നടക്കരുതെന്ന് കരുതി ഞങ്ങൾ നിന്നെ സഹായിക്കാൻ ശ്രമിച്ചപ്പോ നീ ഞങ്ങളെയൊക്കെ സംശയിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ അരുൺ. നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇത് ചെയ്തതെന്ന് അറിയാതെയാ ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടത്. ഞാൻ സോറി ചോദിക്കുക. നോക്കരുൺ, നീ ഞങ്ങളെ എന്ത് വേണേലും പറഞ്ഞു. നിനക്കതിനുള്ള അധികാരമുണ്ട്. എന്നാ അയാളെ നീ ഒരിക്കലും വിശ്വസിക്കരുത്. അവന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ട്. അങ്കിൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ശേഷവും അദ്ദേഹത്തിനെ സംശയിക്കുന്നത് തെറ്റാണ്. അദ്ദേഹത്തിനെ നിങ്ങൾ അന്യനായി കാണാതെ നമ്മുടെ കുടുംബത്തിൽ ഒരാളെ കാണാൻ ശ്രമിക്കണം. അതാണ് എല്ലാവർക്കും നല്ലത്. ഇതാ പിടിക്ക. നമ്മളാ സത്യനാരായണൻ ഇവിടുന്ന് ഓടിക്കാൻ ശ്രമിച്ചപ്പോ നമ്മൾ വെച്ച പണി നമുക്ക് തന്നെ തിരിച്ചു കിട്ടി. അവനിപ്പോ ഈ ചെയ്തതിനൊക്കെ അവന് തിരിച്ചടി കൊടുക്കാതെ ഞാൻ വിടില്ല. ചേച്ചി, അല്ല ചേച്ചി, ഏട്ടൻ ചേച്ചിയുടെ കയ്യിൽ തന്നിരുന്ന ഫോട്ടോ കിട്ടിയോ? എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു നോക്കി, ഒരിടത്തും അതില്ല. ചേച്ചി ശരിക്കും നോക്കിയിട്ടുണ്ടാവില്ല. ഞങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. നിങ്ങൾ ആരും അത് അന്വേഷിച്ചിട്ട് കാര്യമില്ല. ആ ഫോട്ടോ എങ്ങനെയോ മിസ്സായി പോയി. ഈ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന സാധനം എങ്ങനെ മിസ്സായി പോവാനാ? ഇവിടെ എവിടെയെങ്കിലും അതുണ്ടാവും. ഞങ്ങൾ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. ഒന്ന് തീരുമാനിച്ചിറങ്ങിയാ പിന്നെ ആരും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലല്ലോ. എല്ലാം അവിടെ ഇവിടെയും വലിച്ചു വാരിയിട്ട് നോക്കാതെ നല്ല വൃത്തിയായിട്ട് വേണം നോക്കാൻ. ഇത് നോക്ക് ചേച്ചി, ഞങ്ങളത് നോക്കിയെടുക്കുമ്പോഴേക്കും ചേച്ചി ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ വന്നാ മതി. എനിക്ക് ചേച്ചി, എനിക്ക്. എന്താന്ന് വെച്ചാ ചെയ്. ഇത് ഞാൻ പോവാ. പക്ഷെ ഒരു കാര്യം പറയാം, എന്റെ മുറി നിങ്ങൾ അലങ്കോലപ്പെടുത്തരുത്. ഈ ചേച്ചിയുടെ ഒരു കാര്യം, ചേച്ചി വെച്ച സാധനങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. ഇങ്ങനെ സംസാരിച്ച് നിൽക്കാതെ ഒന്ന് പോ ചേച്ചി. പെട്ടെന്നാവട്ടെ. പറഞ്ഞില്ലേ? പോയി കാപ്പിയൊക്കെ കുടിക്കേ. ഒരു വിധത്തിൽ ചേച്ചി ഇവിടുന്ന് പറഞ്ഞയച്ചു. വാ, നമുക്ക് അന്വേഷിക്കാം. ലീലേ, വെറുതെ നോക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മളൊരു പെരിച്ചാഴിയെ പോലെ പരതി നോക്കണം കേട്ടോ. നീ അവിടെ പോയി നോക്ക്.
എന്താ ആ ഫോട്ടോ കിട്ടിയോടി? എടി മഹാഭാവി, ഇങ്ങനെ വലിച്ചു വാരി ഇടരുതെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങളോട്? ഇനി ഇത് ആരെ എടുത്ത് തിരിച്ചടുക്കി വെക്കുന്നത്? എന്റെ ചേച്ചി, ഇതിപ്പോ ഒരു മെത്ത പോലെ ആയിട്ടുണ്ട്. ഇവിടെ തന്നെ കിടന്നുറങ്ങിക്കോ. എടി, റൂമെല്ലാം അലങ്കോലപ്പെടുത്തിയിട്ട് എന്നോട് ധിക്കാരം പറയുന്നോ? ഒറ്റ ഒടി. ചേച്ചി അടിക്കല്ലേ, ചേച്ചി അടിക്കല്ലേ. അയ്യോ.